നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന PK ശശിയുടെ ആരോപണം തൻ്റെ പൊതുജീവിതത്തെ ബാധിക്കില്ലെന്നും ആരോപണം ഉന്നയിച്ചവർ അതിന് തെളിവ് പുറത്തുവിടണമെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. PK ശശിക്കെതിരെ പാർട്ടി നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്വയം നശിക്കുക എന്ന വാശിയിൽ ഒരാൾ പോയാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും N സുരേഷ് ബാബു. PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും VD സതീശനും ശശിയുടെ തീവ്രത അളക്കട്ടെ എന്നും അത് രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിൽ വരുമോ എന്ന് അപ്പോൾ അറിയാമെന്നും CPM ജില്ലാ സെക്രട്ടറി. അമിതമായ ലാളന കിട്ടിയത് കൊണ്ടാകാം പാർട്ടിക്കെതിരെ പറയാൻ PK ശശിയെ പ്രേരിപ്പിച്ചതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. പാർട്ടി സെക്രട്ടറിമാർ മറന്നതുകൊണ്ട് പാർട്ടിയുടെ സാമ്പ്രദായിക രീതികൾക്ക് മാറ്റം വരുന്നില്ലെന്നും NN കൃഷ്ണദാസ്. പാർട്ടിക്കകത്ത് ഉയർന്നുവരുന്ന വിമർശനങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കുന്നതാണ് പാർട്ടി സമ്പ്രദായമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം. കലാഭവൻ മണി മരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായില്ലെന്ന് കലാമണിയുടെ സുഹൃത്തുക്കൾ. 3 കോടി രൂപ ചെലവിൽ നാടൻ കലാ ഗവേഷണ കേന്ദ്രമാണ് അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെന്നും സ്മാരകത്തിന് ഒരു കല്ലിടാൻ പോലും സർക്കാരിന് ആയില്ലെന്നും ആരോപണം. ഇത് കലാഭവൻ മണിയോടുള്ള സർക്കാരിൻ്റെ അവഗണനയാണെന്നും എത്രയും വേഗം സ്മാരക മന്ദിരം യാഥാർത്ഥ്യമാക്കണമെന്നും കലാഭവൻ ജയൻ. ഷൊർണൂർ പൂരം ഇന്ന്. കോങ്കുന്നത്തെ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ 25ാം പ്രതിഷ്ഠാദന താലപ്പൊലി മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കം. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. തട്ടകം ഉത്സവ നിറവിൽ. ഒലോക്കോടെ പാൽ കയറ്റിയ മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് മുതലമട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് മുസ്തഫയുടെ മകൻ 25 വയസ്സുള്ള ഷിഹാബ്. സംഭവം വെള്ളിയാഴ്ച പുലർച്ചെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന് PK ശശിയുടെ ആരോപണം തൻ്റെ പൊതുജീവിതത്തെ ബാധിക്കില്ലെന്നും ആരോപണം ഉന്നയിച്ചവർ അതിന് തെളിവുകൾ പുറത്തുവിടണമെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. PK ശശിക്കെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്വയം നശിക്കുക എന്ന വാശിയിൽ ഒരാൾ പോയാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും VD സതീശനും PK ശശിയുടെ തീവ്രത അളക്കട്ടെയെന്നും അത് രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിൽ വരുമോ എന്ന് അപ്പോൾ അറിയാമെന്നും N സുരേഷ് ബാബു പറഞ്ഞു. എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കില്ല. ശശിക്കെതിരെ CPM നടപടിക്ക് ഒരുങ്ങുകയാണ്. പാർട്ടിയുടെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കും. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനം. ശശിയെ പുറത്താക്കാൻ വൈകിപ്പോയെന്ന് തോന്നുന്നില്ലെന്നും അത് ഏറ്റവും അവസാന നടപടിയാണെന്നും N സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. തന്റെ ജീവിതം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ശശിയുടെ ആരോപണങ്ങൾക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഞങ്ങൾക്ക് പാർട്ടിക്ക് ഞങ്ങളെല്ലാവരും ഓരോ ഉത്തരവാദിത്വത്തിലിരുന്ന് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ പല ഘടകങ്ങളിലാണ്. ആ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നാൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ ഗൗരവപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക എന്ന ഒരു സംഘടനാപരമായ രീതികളുണ്ട്. ആ രീതികൾക്കനുസരിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട്. അതിൽ വസ്തുത കണ്ടെത്തിയാൽ മാത്രമേ നടപടികൾക്ക് വിധേയമാകൂ. ആ വസ്തുതകളുടെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടികളാണ് സ്വീകരിക്കുക. അതാണ് ഞങ്ങൾ എല്ലാ കാലത്തും. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ ഓരോ സഖാക്കളെയും അതാത് സമയങ്ങളിൽ തെറ്റ് തിരുത്തിക്കാനുള്ള നടപടി എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട്. അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഖാക്കളെ കറക്റ്റ് ചെയ്യാനാണ് നടപടി സ്വീകരിക്കുന്നത്. കറക്റ്റാക്കാത്തവർക്ക് ഇന്നലെ ശശിക്കുള്ള ഒരു ഗതിയായിരിക്കും ഉണ്ടാകുക. വിശാഖപട്ടണത്ത് വെച്ച് CITU സമ്മേളന വേദിയിൽ PK ശശിയുടെ ആവശ്യപ്രകാരം ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം PK ശശി പാർട്ടി വിടില്ല എന്നാണ് തോന്നിയിരുന്നത്. പിന്നെ എന്തു സംഭവിച്ചു എന്നറിയില്ലെന്നും N സുരേഷ് ബാബു പറഞ്ഞു. എല്ലാം അത് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇദ്ദേഹം വിശാഖപട്ടണത്ത് ഞങ്ങൾ CITUവിൻ്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അദ്ദേഹവും അതുപോലെ പ്രഭാകരൻ MLA ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു.
എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഞാൻ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ട് ഏതൊരാളുടെയും വാക്കുകൾ കേൾക്കുക എന്നുള്ളതാണ് അതിപ്രധാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും PK ശശി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ എനിക്ക് ഒരു തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല. എപ്പോൾ വേണം, എവിടെ ഇരുന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ അവിടെ തന്നെ ആ ഹാളിൻ്റെ സമ്മേളനം നടക്കുന്ന ഹാളിൻ്റെ ഒരു പ്രദേശത്തിരുന്ന് ഞങ്ങൾ 3 പേരും കൂടി ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നത് അതിന് ശേഷം പത്രമാധ്യമങ്ങൾ എന്നെ കണ്ടപ്പോൾ ഞാനൊരു വാചകം ഉന്നയിച്ചു. ശശി പാർട്ടി വിട്ടു പോകും ഒന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കാരണം പോസിറ്റീവായിട്ടായിരുന്നു ആ ചർച്ച. പിന്നെ എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയി എന്നുള്ളത് അയാളോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പുറത്തുപോയ ഒരാൾക്ക് പോലും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ട്. ഞാനിവിടെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അവസരം PK ശശിയുടെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ രൂപപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമിതമായ ലാളന കിട്ടിയതാവാം പാർട്ടിക്കെതിരെ പറയാൻ PK ശശിയെ പ്രേരിപ്പിച്ചതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പറഞ്ഞു. പാർട്ടി സെക്രട്ടറിമാർ മാറുന്നതുകൊണ്ട് പാർട്ടിയുടെ സാമ്പ്രദായിക രീതികൾക്ക് മാറ്റം വരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കുന്നതാണ് പാർട്ടി സമ്പ്രദായമെന്നും പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ NN കൃഷ്ണദാസ് പറഞ്ഞു. CPM ജില്ലാ നേതൃത്വത്തെയും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനും DYFI ജില്ലാ നേതൃത്വത്തെയും രൂക്ഷമായും പരുഷവുമായാണ് വിവിധ കൺവെൻഷനിൽ PK ശശി വിമർശിച്ചത്. ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്നും DYFI ജില്ലാ നേതാവ് യൂത്ത് സെന്ററിൽ മദ്യവും കഞ്ചാവും ഉപയോഗിച്ചതായും PK ശശി ആരോപിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരിലാളനയും പിന്തുണയും അവസരവും PK ശശിക്ക് ലഭിച്ചത് പോലെ മറ്റൊരു നേതാവ് ജില്ലയിലില്ല. കൂടുതൽ ആഗ്രഹിച്ചതുകൊണ്ടാവാം PK ശശിയെ പറയാൻ പ്രേരിപ്പിച്ചത്. പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കുന്നതാണ് പാർട്ടി സമ്പ്രദായമെന്നും സെക്രട്ടറിമാർ മാറിയാൽ ഇതിലൊന്നും മാറ്റം വരില്ലെന്നും PK ശശി പറഞ്ഞത് ശശിയുടെ അഭിപ്രായമാണ്. ജില്ലാ സെക്രട്ടറിക്കും DYFI നേതാക്കൾക്കുമെതിരെ PK ശശി പറഞ്ഞതിന് അവർ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും MN കൃഷ്ണദാസ് പറഞ്ഞു. അതിന് ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ ശശി ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ഇന്നലെ ഞങ്ങൾ ആലോചിച്ച് DYFI യൂത്ത് സെന്ററിനെതിരെ ഉന്നയിച്ച ആക്ഷേപം DYFIക്കാർ പറഞ്ഞു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലൊന്നും ഇനി പറയേണ്ട ആവശ്യം. എന്താണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിനൊക്കെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു വരുന്നു. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ വരുമ്പോഴും കമ്മിറ്റിയിൽ ഉന്നയിക്കുമ്പോൾ വേണ്ടി വന്നിട്ടുള്ളൂ. ശശിയുടെ അഭിപ്രായം അങ്ങനെയാവും. പക്ഷേ പാർട്ടിയുടെ സമ്പ്രദായങ്ങളുണ്ട്. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിയുടെ പരാതികളുണ്ടാവും. പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമീപിച്ചത്. അപ്പോൾ വീണ്ടും ഞാനതാ പറയണം, ഇത്ര അധികം പിന്തുണയിൽ ആളനി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. അമിതമായ ലാളിന് കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. ഇത്ര അധികം ലാളിന് കിട്ടിയ ഒരു നേതാവ് പാലക്കാട് ജില്ലയിൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കലാഭവൻ മണി മരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായില്ലെന്ന് ഇത് കലാഭവൻ മണിയുള്ള സർക്കാരിൻ്റെ അവഗണനയാണെന്നും കലാഭവൻ മണിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. 3 കോടി രൂപ ചെലവിൽ നാടൻ കലാഗവേഷണ കേന്ദ്രമാണ് അന്ന് സർക്കാർ പ്രഖ്യാപിച്ചതെന്നും സ്മാരകത്തിന് ഒരു കല്ല് പോലും ഇടാൻ സർക്കാരിന് ആയില്ലെന്നും സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തി. എത്രയും വേഗം സാംസ്കാരിക കേന്ദ്രം യാഥാർത്ഥ്യമാക്കണമെന്നും കലാഭവൻ ജയൻ ആവശ്യപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി നമ്മൾ വിട്ടുപോയിട്ട് 10 വർഷമായി. മണിയെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ വലിയൊരു കലാകാരൻ്റെ ഒപ്പം ഏകദേശം 8 വർഷത്തോളം നമുക്ക് ഒരുമിച്ച് പരിപാടി കളിച്ച ഒരാളും കൂടിയാണ്. ആ കലാകാരൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകം, അത് 1ാം പിണറായി ഗവൺമെൻറ് സർക്കാരാണത് പാസ്സാക്കിയത്. ദേവസ്വേട്ടനാണ് അത് കാര്യം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിൽ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരും എല്ലാം നാട്ടുകാരൊക്കെ വളരെ ആഹ്ലാദിച്ചു. കലാഭവൻ എന്നുള്ള ഒരു ഇതിഹാസ താരത്തിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക കേന്ദ്രം സ്ഥലം കണ്ടെത്തി
10 വർഷമായി ഇതുവരെ അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം കൂടി പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം. അത് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം വരെ നടത്തും. എന്താണ് അതിൻ്റെ പണി നടക്കാത്തെന്ന് അറിയില്ല. രണ്ട് കൂട്ടരും വിവാദപരമായിട്ട് പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. പ്രസ്താവനകൾ മാത്രം നടക്കുന്നുണ്ട്. മണിയുടെ ആ സ്മാരകമുള്ളത് വണ്ടികൾ മാറുകയുണ്ട്, പക്ഷെ സ്മാരകമില്ല. ഒലവക്കോടെ പാൽ കയറ്റിയ മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മുതലമട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് മുസ്തഫയുടെ മകൻ 25 വയസ്സുള്ള ഷിഹാബാണ് തൽക്ഷണം മരിച്ചത്. സംഭവം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു. സുഹൃത്തിനെ വിളിക്കാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴി ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. കോഴിക്കോട്ട് നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാൽവണ്ടി ഷിഹാസിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. യുവാവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. പാൽവണ്ടി ഓടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവിനെ പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരപരിധിയിൽ പാതയോരങ്ങൾ അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ നഗരസഭ അധികൃതർ തുടരുന്നു. ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇത്തരം നടപടികൾ നടപ്പിലാക്കി വരുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനിയും തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മകര കുടുംബാരോഗ്യ കേന്ദ്രവും മാസ് മീഡിയ വിഷനും സംയുക്തമായി മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ഷോർട്ട് ഫിലിം ഒരുക്കി. ചടങ്ങിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത നിർവഹിച്ചു. ഈ പ്രദർശനം മസ്തിഷ്ക ജ്വരം എന്നൊരു പരിപാടിയുടെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനൊരു പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജേഴ്സിയിലെ ഇവിടുത്തെ അംഗങ്ങൾ തന്നെയാണ് ഇതിലെ അവതരണത്തിന് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ പ്രദർശനം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇന്നലെ വന്നിട്ടാണ് നമ്മുടെ വിഷാദ് ഡോക്ടർ ഇങ്ങനെ വീഡിയോ ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിരുന്നു. അത് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ പ്രദർശനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ആശാപ്രവർത്തകരും വിദ്യാർത്ഥികളുമാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത്. മങ്കര കുടുംബാരോഗ്യ കേന്ദ്രവും മാസ് മീഡിയ വിഷനും സംയുക്തമായാണ് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ഷോർട്ട് ഫിലിം സംഘടിപ്പിച്ചത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശിവേണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി അധ്യക്ഷയായി. ജനപ്രതിനിധികൾ, ഭരണസമിതി അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, ആശാവർക്കർമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ പൂരം ആഘോഷ നിറവിൽ. കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ 25ാം പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേരും. ഷൊർണൂർ പൂരം എന്നറിയപ്പെടുന്ന കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ 25ാമത് പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവം ആഘോഷ നിറവിൽ. ഇന്ന് പുലർച്ചെ 4 മണിക്ക് നട തുറക്കലോടെ നിർമ്മാല്യ ദർശനം, ത്രികാലപൂജ, അഭിഷേകം, മലർനിവേദ്യം എന്നിവയ്ക്ക് ശേഷം മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു മഹാഗണപതി ഹോമം. ഉഷപൂജ, ചുറ്റുവിളക്ക്, ധാരികാവതം പാട്ട്, സ്പെഷ്യൽ പൂജ, പ്രസാദ വിതരണവും എന്നിവയുണ്ടായി. 9 മണിക്ക് ലളിത സഹസ്രനാമജപം, 11-ന് ഉച്ചപൂജ, തിടമ്പ് പൂജ എന്നിവയുമുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3-ന് എഴുന്നള്ളിപ്പ്. ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ നിന്നും മേളം കൊട്ടിപ്പുറപ്പെട്ട് കുഴുക്കോട്ടുകാവിൽ കേന്ദ്രീകരിച്ച് ആനകൾ, പഞ്ചവാദ്യം, ഇണക്കാളുകൾ, പൂക്കാവടികൾ, തേരെ, കാഞ്ഞിരക്കുഴി ഭാഗത്തു നിന്നുള്ള ഇണക്കാളുകൾ, തമ്പോലം എന്നിവയും ത്രിമൂർത്തികൾ അണിനിരത്തുന്ന ഇണക്കാളുകൾ, മേളം, വിവിധ കലാരൂപങ്ങൾ തുടങ്ങിയവയും മറ്റു കമ്മിറ്റികളുടെ വിവിധ പരിപാടികളും ചേർന്ന് നഗരപ്രദക്ഷിണം നടത്തി രാത്രി 7 മണിയോടെ ബാലഭദ്രാദേവി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. വൈകിട്ട് 6:30-ന് ദീപാരാധന, പൂജ, ചുറ്റുവിളക്ക്, മഹാവിളക്ക്, നിറമാല എന്നിവയ്ക്ക് ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. പിന്നീട് 7-ാം തീയതി ഉഷപൂജയ്ക്ക് ശേഷം കൊട്ടിയിറക്കൽ, 9 മണിക്ക് നടയടയ്ക്കൽ എന്നിവയും ഉണ്ടാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വൃത്തിയുള്ള ഷൊർണൂർ എന്ന സന്ദേശവുമായി ഷൊർണൂർ നഗരസഭ ഹരിതപൂരം സ്റ്റാൾ പൂരനഗരിയിൽ ഒരുക്കി. നഗരസഭയിലെ ഹരിതകർമ്മസേനയാണ് കോങ്കുന്നത്ത് ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ സന്ദേശങ്ങളുമായി സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക, ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി കൈമാറുക, ശുചിത്വം പരമപ്രധാനം, മാലിന്യ പരിപാലനം ശരിയായ രീതിയിൽ നടപ്പിലാക്കുക തുടങ്ങിയ സന്ദേശങ്ങളാണ് നൽകുന്നത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി തരംതിരിച്ച മാലിന്യം അതത് ബിന്നുകളിൽ നിക്ഷേപിക്കാനുള്ള സന്ദേശവും ഇതോടൊപ്പം നൽകി വരുന്നു. ഭാരതപ്പുഴ സംരക്ഷണം ആവശ്യപ്പെട്ട് ഗ്രീൻ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഷൊർണൂർ ചെറുകിട ജലസേചന വകുപ്പ് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഭാരതപ്പുഴയെ ഒഴുകാൻ അനുവദിക്കുക, ചെറുതുരുത്തി തടയണ നദിയിലേക്ക് ലോറികളും യന്ത്രങ്ങളും ഇറക്കിയുള്ള മണൽ ഖനനം അവസാനിപ്പിക്കുക, പുഴ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പുഴയിൽ റോഡും
പാർക്കുകളും നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കുക എന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്പിരിറ്റ് കച്ചവടക്കാരൻ എന്ന PK ശശിയുടെ ആരോപണം തൻ്റെ പൊതുജീവിതത്തെ ബാധിക്കില്ലെന്നും ആരോപണം ഉന്നയിച്ചവർ അതിന് തെളിവ് പുറത്തുവിടണമെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. PK ശശിക്കെതിരെ പാർട്ടി നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്വയം നശിക്കുക എന്ന വാശിയിൽ ഒരാൾ പോയാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും N സുരേഷ് ബാബു. PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും PD സതീശനും ശശിയുടെ തീവ്രത അളക്കട്ടെ എന്നും അത് രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിൽ വരുമോ എന്ന് അപ്പോൾ അറിയാമെന്നും CPM ജില്ലാ സെക്രട്ടറി. അമിതമായ ലാളന കിട്ടിയത് കൊണ്ടാകാം പാർട്ടിക്കെതിരെ പറയാൻ PK ശശിയെ പ്രേരിപ്പിച്ചതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. പാർട്ടി സെക്രട്ടറിമാർ മാറുന്നതുകൊണ്ട് പാർട്ടിയുടെ സാമ്പ്രദായിക രീതികൾക്ക് മാറ്റം വരുന്നില്ലെന്നും NN കൃഷ്ണദാസ്. പാർട്ടിക്കകത്ത് ഉയർന്നുവരുന്ന വിമർശനങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കുന്നതാണ് പാർട്ടി സമ്പ്രദായമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം. കലാഭവൻ മണി മരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായില്ലെന്ന് കലാമണിയുടെ സുഹൃത്തുക്കൾ. 3 കോടി രൂപ ചെലവിൽ നാടൻ കലാ ഗവേഷണ കേന്ദ്രമാണ് അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെന്നും സ്മാരകത്തിന് ഒരു കല്ലിടാൻ പോലും സർക്കാരിന് ആയില്ലെന്നും ആരോപണം. ഇത് കലാഭവൻ മണിയോടുള്ള സർക്കാരിൻ്റെ അവഗണനയാണെന്നും എത്രയും വേഗം സ്മാരക മന്ദിരം യാഥാർത്ഥ്യമാക്കണമെന്നും കലാഭവൻ ജയൻ. ഷൊർണൂർ പൂരം ഇന്ന്. കോങ്കുന്നത്തെ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ 25ാം പ്രതിഷ്ഠാപന താലപ്പൊലി മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കം. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. തട്ടകം ഉത്സവ നിറവിൽ. ഒലോക്കോടെ പാൽ കയറ്റിയ മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് മുതലമട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് മുസ്തഫയുടെ മകൻ 25 വയസ്സുള്ള ഷിഹാബ്. സംഭവം വെള്ളിയാഴ്ച പുലർച്ചെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.